രാഹുൽ ഈശ്വറിനെതിരെ പരാതി ഉണ്ടായിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ അതിജീവിതയുടെ പരാതിയിലാണ് സൈബർ പോലീസ് കേസെടുത്തത്. രാഹുൽ ഈശ്വർ ജാമ്യവ്യവസ്ഥ ലംഘിച്ചെന്നാണ് അതിജീവിത പരാതിയിലൂടെ വ്യക്തമാക്കുന്നത്. വിശദാംശങ്ങൾ നൽകാനായി ശാലിനി ചേരുകയാണ്. ശാലിനി പറയും. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് അതിജീവിത രാഹുൽ ഈശ്വറിനെതിരെ രണ്ടാമത് പരാതി നൽകിയതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നത്. ഈ പരാതിയിന്മേൽ രാഹുൽ ഈശ്വറിനെ ഇന്ന് രാവിലോടുകൂടി സൈബർ പോലീസ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരുന്നു എന്നുള്ളതായിരുന്നു വാർത്ത. പക്ഷേ ഇന്ന് രാവിലോടുകൂടി വാർത്തകൾ മാറിയിരിക്കുകയാണ്. അല്പസമയം മുമ്പ് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. സൈബർ പോലീസിന് മുൻപിൽ അതിജീവിത തനിക്കെതിരെ പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ അതിജീവിതക്കെതിരെ താൻ പരാതി നൽകുകയാണ്. അതായത് വ്യാജ പരാതികൾ നിരന്തരമായി തനിക്കെതിരെ കൊടുക്കുന്നു, ഒപ്പം തന്നെ അപമാനിക്കാനായുള്ള ശ്രമം നടത്തുന്നു എന്നീ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് AIGക്കും പൂങ്കുഴലിയായിട്ടുള്ള AIGക്കും കൂടാതെ തന്നെ സൈബർ പോലീസിനും രാഹുൽ ഈശ്വർ ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയിന്മേലുള്ള തുടർ നടപടികൾ വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതിജീവിതയുടെ ഭർത്താവ് സോഷ്യൽ മീഡിയ വഴി ചില വീഡിയോ പങ്കുവച്ചിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ചില മാധ്യമങ്ങൾക്ക് പ്രതികരണങ്ങൾ നൽകിയിരുന്നു. ഇത് താൻ ചില വാർത്തയായി പുറത്ത് നൽകിയതാണ്. പക്ഷേ ഈ പെൺകുട്ടി തന്നെ തുടക്കം മുതൽ തന്നെ ടാർഗറ്റ് ചെയ്യുകയാണ്. ആദ്യ പരാതി വ്യാജമാണ്, പെൺകുട്ടി ഇപ്പോഴും അതിജീവിതയല്ല, പകരം ഒരു വ്യാജ പരാതിക്കാരി മാത്രമാണ് എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ ഈശ്വർ. അതുകൊണ്ട് തന്നെ അതിജീവിതയ്ക്കൊപ്പമല്ല, അവൾക്കൊപ്പമല്ല, സത്യത്തിനൊപ്പമാണ് താൻ നിലകൊള്ളുന്നതെന്നും അതാണ് തന്റെ പരാതിയുടെ ആധാരം എന്നുള്ളതാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും AIGക്കും കൂടാതെ തന്നെ സൈബർ പോലീസിനും ഇന്നലെ ഇമെയിൽ മുഖേന പരാതി നൽകിയിരുന്നു രാഹുൽ ഈശ്വർ ഈ പെൺകുട്ടിക്കെതിരെ. തൊട്ടു പിന്നാലെയാണ് ഇന്ന് നേരിട്ടെത്തി സൈബർ പോലീസിന് മുൻപാകെ പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും പരാതി സൈബർ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. തുടർ നടപടികളൊക്കെ തന്നെ വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതിജീവിതയ്ക്കെതിരെ തുടർച്ചയായ നടപടികളുമായി പരാതിയുമായി രംഗത്ത് വരികയാണ് രാഹുൽ ഈശ്വർ ഈ മണിക്കൂറിൽ. ശ്യാമ.